കായംകുളം ടൗൺ ഗവൺമെന്റ് യു പി സ്കൂളിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ട്രാഫിക് നിയമങ്ങളും ലഹരിവിരുദ്ധ സന്ദേശവും എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു ക്ലാസ്. കായംകുളം ടൗൺ ഗവൺമെന്റ് യു പി സ്കൂളിൽ ബോധവൽക്കരണ ക്ലാസ് നടന്നു. ട്രാഫിക് നിയമങ്ങളും ലഹരിവിരുദ്ധ സന്ദേശവും എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് ക്ലാസ് നടന്നത്. വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ ഏറ്റവും ഇഷ്ടത്തോടെ ചെയ്യുന്ന കാര്യം എന്താണ്? വീട്ടിലേക്ക് പോകുന്നു, ബാഗ് എടുത്ത് എറിയുന്നു, ചെരുപ്പൊക്കെ എവിടെ പോകുന്നു പോലും അറിയത്തില്ല, എടുത്ത് കാലുകൊണ്ടെടുത്ത് ഒരു ഒറ്റ ഏറാണ്. അപ്പൊ അങ്ങനെ എറിയുന്നു, നമ്മൾ വീടിനകത്തേക്ക് ചെല്ലുന്നു, പെട്ടെന്ന് ചെന്ന് നമ്മൾ നോക്കുന്നത് എന്താണ്? ഉമ്മയല്ല, അല്ലെങ്കിൽ അമ്മയല്ല, ബാപ്പയല്ല, ആരെയും അല്ല നമ്മൾ നോക്കുന്നത്. പിന്നെ എന്താണ് നോക്കുന്നത്? പണ്ടൊക്കെ ചെല്ലുമ്പോ അമ്മ അതിനകത്ത് അല്ലെങ്കിൽ പരിസരത്തൊക്കെ ക്ലീൻ ചെയ്യുമായിരിക്കും. അപ്പൊ കുട്ടികൾ ചെല്ലുമ്പോൾ ഒരു അനക്കവും വീട്ടിൽ കാണത്തില്ല. അപ്പൊ അവിടെ അവര് എല്ലായിടത്തും നോക്കും, എവിടെയാണ് അമ്മ, എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടോ, അമ്മയെന്നൊക്കെ വിളിക്കും. അതൊക്കെ സംഘടിപ്പിക്കണമെന്ന് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. അപ്പൊ നമ്മുടെ ഒരു സമയവും സന്ദർഭവും ഒക്കെ വേണ്ടി വരും. അപ്പൊ ഇന്നലെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാകട്ടെ. തുടർന്ന് ഈ സ്കൂളിൽ നിന്ന് കിട്ടുന്ന എല്ലാ അവസരങ്ങളും, എല്ലാ മോട്ടിവേഷൻസും, എല്ലാ ഗുണങ്ങളും കൃത്യമായിട്ട് നിങ്ങൾ സ്വീകരിക്കുകയും അത് ജീവിതത്തിൽ ഉടനീളം മറ്റു സ്കൂളിൽ പോകുമ്പോഴും അത് കൃത്യമായിട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുകയും വേണം. ചെയ്യുക. പ്രോമിസ്. സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെയും സീഡ് ക്ലബിന്റെയും ആഭിമുഖ്യത്തിലാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. SMC ചെയർമാൻ ഷുക്കൂർ വഴിശ്ശേരി ഉദ്ഘാടനം നിർവഹിച്ചു. പ്രഥമാധ്യാപിക ജെസ്സി വർഗീസ് അധ്യക്ഷത വഹിച്ചു. കായംകുളം പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ ഷിഹാബ് ഇസാബ് വിദ്യാർത്ഥികൾക്കായി ക്ലാസ് നയിച്ചു. സരിത, സുബീന, സജീബ്, മുംതാസ് ബീഗം, അരുണിമ, ശരണ്യ എന്നിവർ സംസാരിച്ചു. സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെ അംഗങ്ങളും ഉൾപ്പെടെ 300ഓളം കുട്ടികൾ ബോധവൽക്കരണ ക്ലാസ്സിൽ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.